വാനില എസൻസ്. നല്ല കിളിനാദം പോലത്തെ സൗണ്ട് ഉണ്ട്, പറയില്ല എന്ന് മാത്രം. എൻ്റെ സൗണ്ട് കിളിനാദം. ഇന്ന് അനീഷിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ കേക്ക് ഉണ്ടാക്കുകയാണ്. ഒരു കേക്ക് വാങ്ങി തന്നാൽ മതി, അപ്പം ഉണ്ടാക്കി തരാന്ന്. എസൻസ് കൂടിയാ, നല്ല മണം വേണ്ടല്ലോ. എന്നാൽ ഇത്തിരി കൂടി കുഴിയുള്ള പാത്രത്തിലേക്ക് ഇറക്കി വെക്കാന്നുണ്ടെങ്കിൽ ഈ വിസ്ക് നന്നായി ഒന്നും കൂടി അതിൽ മുങ്ങി കിടന്നേനെ. അപ്പോൾ നന്നായി പതയും ഇങ്ങനെ ആക്കുമ്പോൾ. ഒരു ബീറ്റർ വാങ്ങിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കണ ആളാ, അപ്പോൾ ഒരു ബീറ്റർ വാങ്ങിക്കൂടെ? ശില്പയ്ക്ക് ഒരു ബിസിനസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതിന് മറ്റേ ഓൺലൈൻ ബിസിനസ്സൊക്കെ ഉണ്ട്. കുറേ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. പ്രോഡക്റ്റുകൾ ഓരോന്ന് നീ വാങ്ങിയില്ലേ, സോപ്പ് എന്തോ വാങ്ങിയില്ലേ? അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ട്? അപ്പോൾ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ സോപ്പാ? ബ്ലാക്ക് ക്വീൻ. അത് നമ്മുടെ ചൊറിച്ചിൽ, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോത്രേ മുഖത്തത്തെ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. വേറെ എന്താ? വണ്ണം കുറയാനുള്ളതും വണ്ണം കൂടാനുള്ളതും സ്ലിം ആക്കാനുള്ളതും കുറേ ഉണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്തോളേ, നമ്പർ അയച്ചു തന്നാൽ മതി. ശില്പ അത് അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ആരുടെ സൗണ്ട് കേട്ടത് കേട്ടോ. അപ്പോൾ പോയി നോക്കിയപ്പോൾ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നില്ലേ ഡാൻസ് കളിച്ച ആൾ, അവനായിരുന്നു കേട്ടോ. ആരാ? പല്ല കുപ്പി ഓർന്നെന്താ? ഞങ്ങളിവിടെ വ്ളോഗ് എടുക്കുക. കുപ്പി പിന്നെ ഇന്നലത്തേലൊക്കെ ഉണ്ട് ഡാൻസ് കണ്ടില്ലേ? ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഡാൻസ് ഒക്കെ ഉണ്ട്. അതല്ലാണ്ട് ഇട്ടുണ്ട് മൈദയും കൊക്കോ പൗഡറും. അപ്പൊ അരിക്കണ്ടേ? അത് ഇരിക്ക് ചെയ്യാം. അപ്പൊ അരിക്കില്ലല്ലോ, അരിച്ചോ പാടെ എന്തൊക്കെ ചേർക്കണം. അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് കേട്ടോ. മുട്ടൊക്കെ പതഞ്ഞിട്ടുണ്ട്. ഇനി ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. കുട്ടി ഉറങ്ങാട്ടോ. കുട്ടി ഉറങ്ങുമ്പോഴതിനൊക്കെ പറ്റുള്ളൂ. കുട്ടിക്കാണെങ്കിൽ പനിയായിരുന്നു. ഡോക്ടറെ കാണിച്ചിട്ട് അവളിപ്പോൾ വന്നിട്ടുള്ളൂ, കുറച്ച് നേരമായിട്ടുള്ളൂ വന്നിട്ട്. പിന്നെ അതിനെ ഉറക്കി, നല്ല വാശിയൊക്കെ ആയിരുന്നു. പിന്നെ ഉറക്കിയതിന് ശേഷമാണ് ഈ വക കലാപരിപാടികൾ. ഇന്ന് ഭർത്താവ് വരുമ്പോൾ ഞെട്ടും കേക്ക് കണ്ടിട്ട്. ഞാൻ നേരത്തെ സൗണ്ട് കേട്ടപ്പോൾ വന്നു വിചാരിച്ചു. അന്ന് മേടിച്ചത് കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ശില്പയുടെ ഡാൻസ് കണ്ടില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞു. അതിൽ കുറേ പേരുണ്ട്. അതിൽ 6 പേര് 7 പേരൊക്കെ കളിച്ചിട്ടുണ്ട്. 8 പേര് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമില്ല, അങ്ങനെ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ അന്ന് പൂരപ്പറമ്പിൽ ഡാൻസ് കളിച്ച വീഡിയോയിൽ അവളുണ്ട് കേട്ടോ. തലയിൽ റിബൺ കെട്ടിയേക്കണത് ശില്പയാണ്. ഒന്നും കൂടി കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇതെന്താ ബേക്കിംഗ് പൗഡറാ? ബേക്കിംഗ് സോഡ അല്ലേ? കുട്ടികൾ സ്കൂളിൽ തരുന്നു. അടുത്ത മാസം 23-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ ഒരു കേക്കും കൂടി ഉണ്ടാക്കുന്നതായിരിക്കും ശില്പ. ബേക്കിംഗ് പൗഡർ. അങ്ങനെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങായിട്ട് മുട്ടയൊക്കെ നന്നായി പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കൊക്കോ പൗഡർ, മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒക്കെ അവൾ ക്ലാസ്സിൽ അളന്ന് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് കുറേശ്ശെ പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വിസ്ക് ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് മുന്നേ വിസ്ക് ഇല്ലാണ്ട് തന്നെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കേക്ക് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു, സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ദാ കേക്കിൻ്റെ ബാറ്ററൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഓയിൽ ഉണ്ടായിരുന്നില്ല, ഓയിൽ ഇല്ല എന്നുള്ളത് അപ്പോഴാണ് ഓർത്തത്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഓയിൽ മേടിച്ചിട്ട് വന്നു കേട്ടോ. ആവശ്യ സമയത്ത് നമ്മുടെ സന്നേട്ടൻ്റെ കടയും തുറന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് നേരെ വണ്ടി എടുത്ത് പോയി അപ്പുറത്ത് ഇഷ്ടമോളുടെ ആ ചുട്ടൻ്റെ സ്കൂളുണ്ട്, അവിടെ ഒരു കട ഉണ്ട്, അവിടെ പോയിട്ട് ഞാൻ ഓയിലൊക്കെ മേടിച്ച് കൊടുന്ന് കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ ഓയിൽ കൊടുന്നതിന് ശേഷമാണ് പിന്നെ ചെയ്യണത് കേട്ടോ. പിന്നെ നമ്മൾ കൊക്കോ പൗഡറും മൈദയും എല്ലാം ഒന്ന് ഒരു പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നുള്ളത് ബാക്കിയതാ ഇപ്പോൾ അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പാത്രം ഒത്തിരി കുണ്ട് കുറവായിരുന്നു, ഒത്തിരി വിസ്താരം കുറവായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയുള്ളവർക്കും കേക്ക് ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ കേക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് പാത്രം വേണം, ബീറ്റർ വേണം, അങ്ങനെയുള്ളതൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണേലും കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് ഈ വക പരിപാടിയൊക്കെ ഭയങ്കര മടിയാട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ മടി പിടിച്ചിരിക്കണു. അപ്പോൾ ദാ ബാറ്ററൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഞങ്ങൾ 10 ലിറ്ററിൻ്റെ കുക്കർ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു അബദ്ധം പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാൽ കുക്കർ നേരിട്ട് ഗ്യാസ് വെച്ചാൽ മതിയായിരുന്നു. അവളതിൻ്റെ അടിയിൽ ദോശക്കല്ല് വെച്ച് കൊടുത്തു, അതിൻ്റെ മേലെ കുക്കർ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്തിരിയും കൂടി സമയം വൈകിയാണ് ആയത് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 40 മിനിറ്റ് കൊണ്ട് ആവണത്, 45 മിനിറ്റ് കൊണ്ടൊക്കെ ആവണത് അതിന് മേലെ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ വെച്ച സ്ഥിതിക്ക് അടുപ്പിൽ തന്നെ സിമ്മാക്കിയിട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ അടിയിൽ വെച്ച് കൊടുത്ത് അതിൽ നെയ്യൊക്കെ തടവി ഇനി നമുക്ക് ഈ ഒരു സംഭവം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തട്ടി കൊടുക്കണം. തട്ടി കൊടുത്ത് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഉണ്ടാവും അത്രേ, അതൊക്കെ ഒന്ന് കളഞ്ഞ് പിന്നെ ടൂപ്പിക്കൊണ്ടൊക്കെ അവൾ വെച്ച് അടിപൊളിയായിട്ടൊക്കെ കളഞ്ഞിട്ട് പിന്നെ കുക്കറിലേക്ക് വെച്ച് കൊടുക്കണത് ഒരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. കുക്കർ ഇത്തിരി വലുതായതുകൊണ്ടും അവളുടെ ഗ്യാസ് അടുപ്പും താറ ഇത്തിരി ഉയരമുണ്ട്, എല്ലാം കൂടി ആകുമ്പോൾ മൂപ്പർക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉണ്ടല്ലോ ഇവിടെ വെച്ച് കൊടുക്കാൻ. മറ്റേ സാധനല്ലേ പിടിക്കണത്? ഇല്ല, കേട്ടോ ഞാൻ വെച്ചോക്കാം. നല്ല കഴുകിയതല്ലേ? അങ്ങനെ പിന്നെ ഞാനത് അതിലേക്ക് കൊണ്ടുപോയി ഇട്ടു കേട്ടോ. എൻ്റെ കൈയും പൊള്ളുമായിരുന്നു. ഞാനതിലേക്ക് നേരെ അങ്ങനെ ഇട്ടപ്പോൾ ശരിക്കും അത് അവിടെ പോയി ഇരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്തു. ലാസ്റ്റ് പിന്നെ അവൾക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു, മൂപ്പര് പാത്രങ്ങളൊക്കെ കഴുകി. ഞാൻ കുറച്ച് കൊള്ളി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഈ പറമ്പിൽ നിന്ന് കൊള്ളി പറിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൊള്ളി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് പാൽക്കാപ്പ വയ്ക്കാമെന്ന് വിചാരിച്ചു. അന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒന്ന് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് വന്ന് നോക്കിയപ്പോൾ അവളിവിടെ മറ്റേ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പതപ്പിക്കണമല്ലോ. അപ്പോൾ മൂപ്പര് അത് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് അമ്മച്ചി ഇവിടെ പാൽക്കപ്പ ഉണ്ടാക്കുന്നുണ്ട്. ഓ ഞങ്ങളിന്ന് ഇവിടെ അനീഷേട്ടന്റെ ബർത്ത്ഡേ എത്ര ഞങ്ങളൊന്നൊക്കെ ഒന്ന് പൊളിക്കുന്നൊക്കെ. എന്താ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തൂമിക്കാനുള്ള ഉള്ളി. ഞാൻ നമുക്ക് ശില്പേച്ചി എന്ത് ചെയ്യുന്നു വരൂ, നമുക്ക് ശില്പേച്ചി എന്താണ് ചെയ്യുന്നത് നോക്കാം. ശില്പേച്ചി കേക്കിന്റെ പകുതി പണി അയച്ചിട്ട് ഇതാ അവിടെ അടിച്ചു വരുന്നുണ്ട് കേട്ടാ. മിക്സിങ്ങാ അവിടെ വെച്ച് പാൽക്കാപ്പിയും ഇവിടെ ചേച്ചി കേക്കും. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഓടി വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഐസിങ് തുടങ്ങിയിട്ടാ. കേക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കുട്ടികൾ വരുന്ന തിരക്കായി. അപ്പോൾ പിന്നെ എനിക്ക് വന്നിട്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഇവിടെ അവളുടെ മക്കൾ വരുന്ന സമയമായി, എൻ്റെ മക്കൾ വരുന്ന സമയമായി. അപ്പോൾ എനിക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വന്ന് നോക്കിയപ്പോൾ മൂപ്പരിതായി ഇതുപോലെ കയ്യിൽ വെച്ചിട്ടാക്കിയായിരുന്നു. ഞാൻ എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പാത്രമൊക്കെ വെച്ച് മേലെ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കി എടുക്കാൻ പറ്റും പറഞ്ഞു. പിന്നെ ഒരു ATM കാർഡ് പോലത്തെ വല്ല കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സൈഡൊക്കെ റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ATM കാർഡൊക്കെ തപ്പി പിടിച്ചെടുത്ത്, ATM കാർഡല്ല, അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കാർഡ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ കാർഡൊക്കെ വെച്ച് ഞങ്ങളത് അവളത് അടിപൊളിയാക്കി എടുത്തു കേട്ടോ. പേരൊക്കെ എഴുതി ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഒരു കവറൊക്കെ എടുത്ത് ഞങ്ങൾ ഐസിങ് ബാഗൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ കാട്ടിക്കൂട്ടി. അങ്ങനെ പിറന്നാളുകാരൻ വന്നു കേട്ടോ. ബർത്ത്ഡേക്കാരൻ വന്നിട്ട് നാണം, മൂപ്പർക്ക് നാണം, കേക്കൊക്കെ കണ്ട് മുറിക്കുക. ഞാൻ ഇപ്പോഴാണോ കേക്ക് മുറിക്കുക, നാണക്കേടാണെന്നൊക്കെ പറഞ്ഞെങ്കിലും മൂപ്പര് കേക്കൊക്കെ മുറിച്ചു കേട്ടോ. കേക്കൊക്കെ മുറിച്ച് നല്ലപോലെ അങ്ങോട്ട് ആഘോഷിച്ചു. അപ്പോൾ എല്ലാവരും അനീഷിന് വേണ്ടിയിട്ട് വിഷ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇന്നലായിരുന്നു ബർത്ത്ഡേ, ഇന്നായിരുന്നു നമ്മുടെ വ്ളോഗ്, ഇന്നാണല്ലോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും
ബൈ ബൈ. അസ്സലാമു അലൈക്കും. ഇന്ന് കുഞ്ഞുവിന് ക്ലാസ്സില്ല, അതുകൊണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അന്ന് അവന് +2 കാരുടെ പരീക്ഷയായ കാരണം ഇവിടെ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. മറ്റവരൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ നാളെ വരാം കേട്ടോ. ടാറ്റാ ബൈ. അസ്സലാമു അലൈക്കും.